ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം അതും വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നാണ് നമ്മളൊരു ടൈനി ടേബിൾ ചെയ്യാൻ പോണത്. അത് മോൻ സപ്പോർട്ടായിട്ട് വേണ്ടുന്നതൊക്കെ എടുത്തു തരാനായിട്ട് മോൻ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇത് കണ്ടില്ല, ഇതെന്ന് വെച്ചാൽ വേസ്റ്റ് ആയിട്ടുള്ള പൈപ്പ് കിടന്നതാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ചെറിയൊരു ടേബിൾ ചെയ്യാമെന്ന് കരുതി. കാരണം കാർഡ്ബോർഡുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന. അപ്പോൾ അതൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് വളരെ എളുപ്പത്തിൽ. ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പ്, ചെറിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് രണ്ട് സെറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പം താഴെ ചെറുതായിട്ടും ഏറ്റവും മുകളിൽ ഏറ്റവും വലുതായിട്ട് ഒരെണ്ണം. നമുക്ക് ഇതുപോലെ വേസ്റ്റിൽ നിന്ന് ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് കോർണറിൽ ചെറിയൊരു ടോയ്സുകൾ, കുട്ടികൾക്ക് വലിച്ചെറിയാതെ ഇരിക്കാനുള്ള ടോയ്സുകളൊക്കെ എടുത്ത് നമുക്കതിൽ അതിൻ്റെ മുകളിലെടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കോർണർ ടേബിളാക്കി വെക്കാനായിട്ടാണ്. അപ്പം ഇത് എല്ലാം വേസ്റ്റായിട്ട് നമ്മൾ കളയുന്നതിൽ നിന്നെല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ ഐറ്റംസുകൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് മുന്നേ ഞാനൊരു ചെറിയൊരു കബോർഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കാർഡ്ബോർഡ്. ഇഷ്ടംപോലെ കാർഡ്ബോർഡുകൾ നമ്മൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് തന്നെ ഇതുപോലെ ഐറ്റംസുകൾ വരുന്നതിൻ്റെ കാർഡ്ബോർഡുകൾ വാങ്ങിച്ച് നമുക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് സ്റ്റോളുകളിൽ നിന്ന് നല്ല കട്ടി കാർഡ്ബോർഡുകൾ, അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടാണ് ആ ഒരു ടേബിൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പൈപ്പ് കുറച്ചും കൂടി വീതിയുള്ള പൈപ്പുകളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 4 കാലുകളോടുകൂടി ഉറപ്പിച്ച് നമുക്ക് നല്ല ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യത്തെ വലിയൊരു 3 പീസിനായിട്ട് അടിക്കുകയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറിയ 3 പീസും വലിയ 3 പീസും ആയിട്ടാണ്. ആ ഷേപ്പ് ആദ്യമേ ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷമാണ് അത് കട്ട് ചെയ്ത് സെയിം ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈക്വലായിട്ട് നമുക്ക് ആദ്യമേ ചെയ്തെടുത്ത് കഴിഞ്ഞ് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് അത് എടുത്തിരിക്കുന്നത്. ചെറിയ 3 പീസുകൾ. ഇത് ഇനിയിപ്പോൾ നമ്മൾ പേപ്പർ ടേപ്പ് കൊണ്ട് ചുറ്റിയെടുക്കുകയാണ്. ആ ഒരു പൈപ്പിൻ്റെ എവിടെ നമ്മളത് വെക്കണമെന്നുള്ളത് അവിടെ അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു ഹോള് കൂടി ക്രിയേറ്റ് ചെയ്യണം. ഇതിപ്പോൾ 3 ഷീറ്റുകൾ വെച്ച് നമ്മൾ ടേപ്പ് വെച്ചും അതുപോലെ തന്നെ B7000 എന്ന ഗമ്മ് കൊണ്ടും പരസ്പരം അത് ഒട്ടിച്ച് എടുത്തതിന് ശേഷമാണ് ആ ടേപ്പ് വെച്ച് ചുറ്റി വരിഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഫെവി ബോണ്ട് ആയാലും മതി. ഇപ്പോഴും ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് B7000 എന്നുള്ളൊരു ഗം തന്നെയാണ്. കാരണം അത് നല്ല ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു നല്ലൊരു എഫക്റ്റ് തന്നെയാണ് അതിനുള്ളത്. അത് ഫെവി ബോണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ക്രീമിഷ് കളറ് അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രതലത്തിൽ കാണും. ഇപ്പോൾ ബൈൻഡിലാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത പീസുകളെല്ലാം കൂടി എടുത്ത് വെച്ച് ഒരേ ഷേപ്പ് ആക്കിയതിന് ശേഷം കണ്ടില്ലേ, പേപ്പർ ടേപ്പ് കൊണ്ട് അത് ചുറ്റി വരിഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ നമ്മുടെ വീടുകളിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാം വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നും ഒരു കോർണർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലുള്ള വേസ്റ്റ് പുറത്തെടുത്ത് കളയാത്ത വിധത്തിൽ അവിടെ ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന ഫ്രീ ടൈമുകളിൽ നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അത് നമ്മുടെ മനസ്സിന് തന്നെ ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യം കൂടിയാണ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. അതുപോലെ അത് കുട്ടികൾക്ക് കാണുമ്പോൾ ഒരുപാട് അവർ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റേതായൊരു സന്തോഷം നമുക്ക് ഉൾക്കൊള്ളാനും പറ്റും. കണ്ടില്ലേ, ഇത് ചെറിയൊരു ഷേപ്പാണ്, റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അത് ഒരേപോലെ 3 എണ്ണം കട്ട് ചെയ്ത് കണ്ടില്ല, അത് ഒരുമിച്ച് വെച്ച് അകത്ത് ഫെവി ബോണ്ടല്ല B7000 ഗം കൊണ്ട് ഒട്ടിക്കുകയും അതിൻ്റെ പുറം കൊണ്ട് കവർ ചെയ്ത് എടുക്കുകയാണ്. ഇനി ഇതും അതേപോലെ തന്നെയാണ്. നമ്മൾ പേപ്പർ ടേപ്പ് കൊണ്ട് അത് നല്ല രീതിയിൽ ചുറ്റി വരഞ്ഞ് നല്ല കട്ടിയുള്ള ബൈൻഡാണത്. അതായത് നമ്മൾ ചില ബൈൻഡുകൾ നമ്മൾ കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചത് ലൂസായിട്ട്, അതായത് ഒരു സോഫ്റ്റ്നെസ്സോടുകൂടി ഉള്ളതാണെന്നെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ മുകളിൽ വെച്ച് ടൈറ്റായിട്ട്, ഇതിപ്പോൾ നല്ല
ബൈൻഡ് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. കാർഡ്ബോർഡ് പല തിക്നെസ്സോടുകൂടി ഉള്ളത് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് ഇനിയെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനൊരു ഉണ്ടല്ലേ, അതിന് അതിന് കാലുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു ഷേപ്പ് അതിൽ അടയാളപ്പെടുത്തി, ആ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ അടയാളപ്പെടുത്തിയിട്ട് ഞാനത് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് അത് തുരന്നിട്ടാണ് ഞാൻ ഈ ഒരു പൈപ്പ് അതിൻ്റെ അകത്തോട്ട് വെക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളത് ആദ്യമേ ഒന്ന് വെച്ച് നോക്കണം അതെങ്ങനെ. അതിൻ്റെ അത് തുരന്നിട്ടാണ് ഒരു പൈപ്പ് ഞാൻ ചെറുതായിട്ട് വളച്ച് വെച്ച്, കാരണം ഒരു സ്റ്റാൻഡാക്കി അത് നിർത്തത്തൊക്കെ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നിർത്തി അതുപോലെ കാലിൽ പൈപ്പിൻ്റെ കാലിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യമായിട്ട് തന്നെയാണ്. എങ്ങനെ നിൽക്കുമോ എന്നുള്ളത് എനിക്ക് ആദ്യമേ അറിയാൻ വയ്യായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പൈപ്പ് ഒന്ന് മടക്കി ചെറുതായിട്ടൊന്ന് വളച്ചതേ ഉള്ളൂ. അത് വളച്ചതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ ഈ ഒരു പൈപ്പ് ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് ഒന്നും കൂടി ഒരു സ്റ്റാൻഡ് ബേസ് ആക്കിയതിന് ശേഷം വെച്ചതിന് ശേഷം അതിൽ ആ ഒരു പൈപ്പ് ഒട്ടിച്ചാലും മതി. അതിപ്പം ക്രിയേറ്റ് ചെയ്ത് വെച്ച് നോക്കി അത് ഹോളിട്ട് അത് 2 എണ്ണം ഹോളിട്ട് ആ ഒരു പൈപ്പ് അതിൻ്റെ അകത്തൂടെ കയറ്റി വെച്ച് കണ്ടില്ലേ. ഇതൊന്നും നമ്മൾ സ്റ്റാൻഡ് അത് 3 കാലിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൂടിയും അത് ബാലൻസ് ചെയ്ത് ഞാനത് നിർത്തി. ആ ബാലൻസ് ചെയ്തത് ഒട്ടിച്ചെടുത്തപ്പോഴത്തേക്ക് കറക്റ്റ് നമുക്ക് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ ഇരുന്നോളും. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് ചെയ്തത്. അതെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണെങ്കിൽ അത് നിന്നോളും. ഇനിയെന്ന് വെച്ചാൽ MC-യിലും അതേപോലെ B7000 കൊണ്ട് ആ പൈപ്പ് ആ ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ച് പിടിച്ചുകൊണ്ടാണ് കണ്ടില്ലേ. MC-യിൽ കൊണ്ട് ഫുള്ളി അതിൻ്റെ അടിഭാഗം ഫുള്ളി കവർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടൈറ്റായിട്ട് അത് കണ്ടില്ലേ. ആ സ്റ്റാൻഡായിട്ട് അങ്ങ് നിന്ന് അതിൻ്റെ ഏറ്റവും മുകളിലും നമ്മളത് പൈപ്പ് കയറ്റി അവിടെ ഏറ്റവും അടിയിലും ഞാനത് ഒട്ടിച്ചിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിലും എല്ലാം ഈ ഒരു MC-യിൽ കൊണ്ട് കവർ ചെയ്തുകൊണ്ട് അത് അനങ്ങത്തതയില്ല, സ്റ്റഡി ആയിട്ട് അങ്ങ് നിന്നോളും. ഇതെന്ന് പറയുന്നത് അത്. പിന്നെ അതിനു ശേഷം ഞാൻ വൈറ്റ് അക്രിലിക് കളർ യൂസ് ചെയ്തതെല്ലാം കളർ ചെയ്തെടുത്ത് കുറച്ച് ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ചെയ്യും. ഇതെല്ലാം ബ്ലാക്ക് കളർ വേണമെങ്കിലാക്കാം. എൻ്റെ കുറച്ച് ബ്ലാക്ക് കളറേ ഉള്ളായിരുന്നു, അതുകൊണ്ട് കളറിങ്ങിൽ ഞാൻ വൈറ്റ് തന്നെയാണ് എടുത്തത്. നമുക്കിഷ്ടമുള്ള കളർ ചെയ്ത് ഡെക്കറേഷനും ചെയ്യാം. ഇതിപ്പം ഞാൻ വൈറ്റ് കളറിൽ ബ്രൗൺ കളർ യൂസ് ചെയ്ത് ചെറിയ ഇതുപോലെ ലൈൻസുകളൊക്കെ കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ്. കുറച്ച് ക്ഷമയോടെ നമുക്ക് ബ്ലാക്ക് കളറായിരിക്കും കുറച്ചും കൂടി ഭംഗിയായി. വൈറ്റും ആ സ്റ്റാൻഡിന് ബ്ലാക്ക് കളർ കുറച്ചേ ഉള്ളായിരുന്നു അക്രിലിക് കളറിൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടില്ല എല്ലാ ഐറ്റംസും ടോയ്സൊക്കെ വെച്ച് ടേബിളിനെ നമ്മളങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് നല്ല മനോഹരമാക്കി എടുക്കും.